അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൂസുഫ് നബി ഒരുക്കിയ താമസ സ്ഥലത്ത് ഒരു ദിവസം വിശ്രമിച്ച ശേഷം യൂസുഫിൻ്റെ സഹോദരന്മാർ തങ്ങൾക്ക് ലഭിച്ച റേഷൻ വിഭവങ്ങളുമായി തങ്ങളുടെ നാട്ടിലേക്ക് ഫലസ്തീനിലേക്ക് തിരിച്ചു പോകാനൊരുങ്ങി. ഈ സമയത്ത് യൂസുഫ് നബി തൻ്റെ സഹോദരൻ ബെന്യാമീനെ സഹോദരങ്ങൾക്കൊപ്പം വിടാതെ തൻ്റെ കൂടെ ഈജിപ്തിൽ തന്നെ നിർത്താൻ വേണ്ടി ഒരു സൂത്രം പ്രയോഗിക്കുന്നു. അള്ളാഹു ഉപദേശിച്ചതനുസരിച്ചാണ് ഈ സൂത്രം യൂസുഫ് നബി നടപ്പാക്കിയത്. ബിന്യാമീൻ്റെ സുരക്ഷ ഉദ്ദേശിച്ചുകൊണ്ടും പിൽക്കാലത്ത് തൻ്റെ പിതാവ് യാക്കൂബ് നബിയെയും കുടുംബാംഗങ്ങളെയും ഈജിപ്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ മുന്നോടിയായി കൊണ്ടുമാണ് യൂസുഫ് നബി ഇത് ചെയ്തത്. ആ സംഭവത്തിൻ്റെ ആദ്യ ഭാഗം വിവരിക്കുന്ന 6 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. فلما جهزهم بجهازهم جعل السقاية في رحل أخيه ثم أذن مؤذن أيتها العير إنكم لسارقون. فلما جهزهم بجهازهم അവർക്ക് അവരുടെ വിഭവങ്ങൾ അദ്ദേഹം ഒരുക്കി കൊടുത്തപ്പോൾ, സഹോദരങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ യൂസുഫ് നബിയുടെ നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാക്കി കൊടുത്തപ്പോൾ, ജഅല സിഖായത ഫീ റഹ്ലി അഖീഹി, പാനപാത്രം അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഭാണ്ഡത്തിൽ അദ്ദേഹം ആക്കി. സഹോദരങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ലഗേജുകളൊക്കെ കയറ്റുന്നതിനിടയിൽ തൻ്റെ സഹോദരൻ ബെന്യാമീൻ്റെ ലഗേജിൽ കൊട്ടാരത്തിലെ വിലപിടിപ്പുള്ള പാനപാത്രം വെച്ചു. അവരറിയാതെയാണ് അത് വെച്ചത്. യൂസുഫ് നബി വെച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരെ കൊണ്ട് രഹസ്യമായി വെപ്പിച്ചു എന്നാണ്. രഹ്ല് എന്നാൽ ഭാണ്ഡം എന്നാണ് അർത്ഥം. സിഖായത്ത് എന്നാൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന പാത്രം, പാനപാത്രം എന്നാണ്. ഇനി വരുന്ന ആയത്തിൽ സുവാ അളവ് പാത്രം എന്നും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനർത്ഥം കുടിക്കാനും അളവിനും ഈ പാത്രം ഉപയോഗിച്ചിരുന്നു എന്നാണ്. വിലപിടിപ്പുള്ള പാത്രമായിരുന്നു അതെന്ന് മനസ്സിലാവുന്നു. യൂസുഫ് നബിയുടെ നിർദ്ദേശപ്രകാരം രഹസ്യമായി ബെന്യാമീൻ്റെ ലഗേജിൽ ഈ പാത്രം ഒളിപ്പിച്ചു വെച്ച ശേഷം സുമ്മ അദ്ദന മുഅദ്ദിനുൻ, പിന്നെ ഒരു വിളംബരക്കാരൻ വിളിച്ചു പറഞ്ഞു. മുൻകാലത്ത് കൊട്ടാരത്തിലെ അറിയിപ്പുകൾ ഉറക്കെ വിളിച്ചു പറയുന്ന ആളായിരുന്നു വിളംബരക്കാരൻ. അയാൾ സഹോദരന്മാരോടായി വിളിച്ചു പറഞ്ഞു, അയ്യത്തുഹൽ ഈറു ഇന്നക്കും ലസാരിഖൂൻ, അല്ലയോ യാത്രാസംഘമേ, നിങ്ങൾ കള്ളന്മാരാണല്ലോ, നിങ്ങൾ മോഷണം നടത്തിയിരിക്കുന്നു എന്ന് അവരോട് വിളിച്ചു പറഞ്ഞപ്പോൾ, ഖാലൂ വഅഖ്ബലൂ അലൈഹിം മാദാ തഫ്ഖിദൂൻ, ഖാലൂ വഅഖ്ബലൂ അലൈഹിം, അവർക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു. പോകാൻ ഒരുങ്ങി നിൽക്കുന്ന സഹോദരങ്ങൾ രാജസേവകർക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു, മാദാ തഫ്ഖിദൂൻ, എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്? ഞങ്ങൾ കട്ടെടുത്തു എന്ന് നിങ്ങൾ പറയുന്നല്ലോ, നിങ്ങളുടെ എന്ത് സാധനമാണ് കാണാതായിട്ടുള്ളത്? ഖാലൂ നഫ്ഖിദു സുവാഅൽ മലിക് വലിമൻ ജാഅ ബിഹി ഹിംലു ബഈരി വഅന ബിഹി സഈം. ഖാലു, അവർ പറഞ്ഞു, രാജസേവകന്മാർ പറഞ്ഞു, നഫ്ഖിദു സുവാഅൽ മലിക്, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് രാജാവിൻ്റെ അളവ് പാത്രമാണ്, അല്ലെങ്കിൽ രാജാവിൻ്റെ പാനപാത്രമാണ്. ഇവിടെ യൂസുഫ് നബിയെ രാജാവ് എന്ന് പറയുന്നതിലൂടെ അന്ന് കാലത്ത് രാജാവിൻ്റെ സ്ഥാനത്ത് എത്തിയിരുന്നു യൂസുഫ് നബി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വലിമൻ ജാഅ ബിഹി, അത് കൊണ്ടുവരുന്ന ആൾക്ക്, ഹിംലു ബഈറിൻ, ഒരൊട്ടകത്തിന് വഹിക്കാനുള്ള അത്ര ചുമട് ഉണ്ട്. രാജാവിൻ്റെ പാനപാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു, അത് കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് തരുന്നവന് ഒരു ഒട്ടകത്തിന് വഹിക്കാവുന്ന അത്ര ധാന്യം പാരിതോഷികമായി തരുന്നതാണ് എന്ന് ഉത്തരവാദപ്പെട്ട ഒരാൾ വിളിച്ചു പറഞ്ഞു. വ അന ബിഹി സഈം, ഞാൻ അതിന് ഉത്തരവാദിയാകുന്നു. ഒരു ഉത്തരവാദപ്പെട്ട ആളാണ് ഈ വമ്പിച്ച പാരിതോഷികം പ്രഖ്യാപിച്ചത്. എന്നിട്ട് അയാൾ പറയുകയാണ്, ഈ പാരിതോഷികം പറഞ്ഞ പോലെ തന്നെ നൽകുന്ന കാര്യത്തിന് ഞാൻ ഉത്തരവാദിയാണ്, ഞാൻ അത് ഏറ്റു എന്ന് ഉറപ്പ് നൽകുകയാണ്. ഖാലൂ തല്ലാഹി ലഖദ് അലിംതും മാ ജിനാ ലിനുഫ്സിദ ഫിൽ അർളി വമാ കുന്നാ സാരിഖീൻ. ഖാലൂ, അപ്പോൾ സഹോദരന്മാർ പറഞ്ഞു, തല്ലാഹി, അല്ലാഹുവാണ്, ലഖദ് അലിംതും, നിങ്ങൾക്കറിയാമല്ലോ, മാ ജിനാ ലിനുഫ്സിദ ഫിൽ അർളി, ഞങ്ങൾ ഈ നാട്ടിൽ കുഴപ്പം ഉണ്ടാക്കാൻ വന്നവരല്ലെന്ന്. അല്ലാഹുവാണ് സത്യം, ഞങ്ങൾ ഈ നാട്ടിൽ ഈജിപ്തിൽ കുഴപ്പമുണ്ടാക്കാൻ വന്നവരല്ല. അക്കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ. ഒമാ കുന്ന സാരിഖീൻ, ഞങ്ങൾ ഒരിക്കലും മോഷ്ടാക്കളായിട്ടുമില്ല, ഞങ്ങൾ കളവ് നടത്തിയിട്ടില്ല, കളവ് നടത്തുന്നവരുമല്ല. ഖാലൂ ഫമാ ജസാഉഹു ഇൻ കുൻതും കാദിബീൻ. ഖാലൂ,
അപ്പോൾ രാജസേവകന്മാർ പറഞ്ഞു, ഫൊമാ ജസാഉഹു ഇൻ കുൻതും കാദിബീൻ. നിങ്ങൾ കളവ് പറയുന്നവരാണെങ്കിൽ എന്താണ് അതിനുള്ള ശിക്ഷ? നിങ്ങൾ ഈ പറയുന്നത് കളവാണെങ്കിൽ സാധാരണഗതിയിൽ എന്ത് ശിക്ഷയാണ് നൽകുക? നിങ്ങൾ പറയുന്നത് കളവാണെന്ന് തെളിയുകയും നിങ്ങളിൽ നിന്ന് ആ സാധനം പിടികൂടുകയുമാണെങ്കിൽ എന്താണ് അതിനുള്ള ശിക്ഷ? ഈ ചോദ്യം ശ്രദ്ധേയമാണ്. നിങ്ങൾ തന്നെയാണ് എടുത്തത്, നിങ്ങൾ കള്ളന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് വാദിക്കുകയല്ല ഇവിടെ, മറിച്ച് തന്ത്രപരമായി വിഷയത്തിൻ്റെ സ്വഭാവം മാറ്റുകയാണ് ഈ തന്ത്രപരമായ ചോദ്യത്തിലൂടെ. അതായത് അഥവാ നിങ്ങളാണ് കളവ് നടത്തിയിട്ടുള്ളത് എന്ന് തെളിഞ്ഞാൽ അതിനുള്ള ശിക്ഷ എന്താണ് എന്ന് നിങ്ങൾ പറയുക. നിങ്ങളുടെ നാട്ടിൽ ഫലസ്തീനിൽ എന്ത് ശിക്ഷയാണ് ഇത്തരം കേസിൽ നടപ്പാക്കാറുള്ളത്? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരോട് തന്നെ ഇതിനുള്ള ശിക്ഷ പറയിപ്പിക്കുക എന്നതാണ്. അതും ഒരു തന്ത്രമാണ്. ഖാലു ജസാഉഹു മൻ വുജിദ ഫീ റഹ്ലിഹി ഫഹുവ ജസാഉ കദാലിക നസ്സിൽ ളാലിമീൻ. ഖാലു, അതിനുള്ള മറുപടിയായിക്കൊണ്ട് സഹോദരന്മാർ പറഞ്ഞു, ജസാഉഹു, അതിനുള്ള ശിക്ഷ എന്താണെന്ന് വെച്ചാൽ, മൻ വുജിദ ഫീ റഹ്ലിഹി, ആരുടെ ലഗേജിലാണോ ഇത് കണ്ടെത്തുന്നത്, ഫഹുവ ജസാഉഹു, അവൻ തന്നെയാണ് അതിനുള്ള ശിക്ഷ. എന്ന് പറഞ്ഞാൽ ആരാണ് മോഷ്ടിച്ചത്, ശിക്ഷയായി അവനെ പിടിച്ചു വെക്കുക എന്നത് തന്നെയാണ് അതിനുള്ള ശിക്ഷ. കദാലിക നസ്സിൽ ളാലിമീൻ, അപ്രകാരമാണ് ഞങ്ങൾ അക്രമികൾക്ക് ശിക്ഷ നൽകാറുള്ളത്. ഇത്തരം അക്രമം പ്രവർത്തിച്ചവർക്ക് ഞങ്ങളുടെ നാട്ടിൽ നൽകി വരുന്ന ശിക്ഷ ഇതാണ് എന്നാണ് സഹോദരങ്ങൾ മറുപടി പറഞ്ഞത്. അവരാരും അത് മോഷ്ടിച്ചിട്ടില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അവർ ഇത്ര ധൈര്യത്തിൽ ഇത് പറഞ്ഞത്. എല്ലാം അറിഞ്ഞുകൊണ്ട് യൂസുഫ് നബി പ്രയോഗിച്ച ഒരു സൂത്രമാണിത്. ബെന്യാമീനെ തൻ്റെ കൂടെ പിടിച്ചു വെക്കാൻ യൂസുഫ് നബി അള്ളാഹുവിൻ്റെ അറിവോടെ പ്രയോഗിച്ച ഈ തന്ത്രത്തിൻ്റെ വിവരണം തന്നെയാണ് തുടർന്നുള്ള ആയത്തുകളിലും വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.